ഗുഡ് ഈവനിങ്. ഇന്നത്തെ വേദഭാഗം മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 8-ാം വാക്യം. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അപ്പോൾ ഇതിനാമുഖമായിട്ടുള്ള വേദഭാഗം ആരംഭിക്കുന്നത് യേശു മലമേൽ കയറി, പുരുഷാരത്തെ കണ്ടപ്പോൾ മലമേൽ കയറി, ശിഷ്യന്മാർ അടുത്ത് വന്നപ്പോൾ അവരോട് ഉപദേശിച്ച വചനങ്ങളിൽ ഒന്നാണ് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. എന്താണ് ഹൃദയശുദ്ധി? ബാഹ്യമായ പ്രകടനങ്ങൾ അല്ല, നമ്മുടെ അന്തരംഗത്തിലെ ആഗ്രഹങ്ങളും നമ്മുടെ പ്രവൃത്തികളും ദൈവത്തിന് പ്രസാദകരമായിരിക്കണം. അതാണ് ഹൃദയശുദ്ധി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ഹൃദയശുദ്ധിയുള്ളവർ എങ്ങനെ നമുക്ക് തിരിച്ചറിയാം? സങ്കീർത്തനക്കാരൻ 24-ാം അധ്യായം 3-4 വാക്യം: വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും ഉള്ളവൻ വ്യാജത്തിന് മനസ്സ് വയ്ക്കാതെയും കള്ളസത്യം പറയാത്തവനുമാണ്. അപ്പോൾ ഇതാരംഭിക്കുന്നത് യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും, അവൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ നിൽക്കും എന്നുള്ള വചനമാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപ അനുഭവിച്ചാലേ നമുക്ക് ഹൃദയശുദ്ധി വരികയുള്ളൂ. നമ്മൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും രണ്ടാണെങ്കിൽ അത് വ്യാജമാണ്. പ്രാക്ടീസ് വാട്ട് യു പ്രീച്ച്. നമുക്കെന്താ പറ്റുന്ന കാര്യങ്ങളെ പറയാവുള്ളൂ. അതിന് ദൈവത്തിൻ്റെ കൃപ നമുക്ക് ധാരാളമായിട്ട് വേണം. അങ്ങനെ ജീവിത വിശുദ്ധി ജീവിച്ചാൽ മരണത്തിന് അപ്പുറം നമ്മൾ ദൈവത്തെ കാണും, നിത്യത നമുക്ക് ഒരുക്കുമ്പോൾ. എന്നാൽ ഈ ലോക ജീവിതത്തിൽ നാം ജീവിക്കുമ്പോൾ ദൈവത്തെ കാണുവാനും അനുഭവിക്കുവാനും ഇടയാകട്ടെ. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. യേശുവേ, ഒരു ദിവസത്തിനായി സ്തോത്രം ചെയ്യുന്നു. ശുദ്ധിയുള്ള ഹൃദയം ഞങ്ങളിൽ നൽകി തരുമാറാണ്. ദൈവത്തെ കാണുവാനും അറിയുവാനും പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ പ്രാപിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ജീവിപ്പാനും ഞങ്ങളുടെ പാപങ്ങളെ അവിടുന്ന് മുറ്റുമായിട്ട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.